കാനത്തൂർ പ്രവാസി കൂട്ടായ്മ 11ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. സ്കോളാസ്റ്റിക് അവാർഡ് നൽകിയും ചികിത്സാ സഹായം നൽകിയും നടത്തിയ ആഘോഷം അനുമോദനത്തിന്റെയും അനുകമ്പയുടെയും സംഗമവേദിയായി മാറി. This news sponsored by ഇന്ന് തന്നെ അടുത്തുള്ള ഷോറൂം സന്ദർശിക്കൂ. കാനത്തൂർ സർവോദയ വായനശാല ഹാളിൽ വെച്ചാണ് കാനത്തൂർ പ്രവാസി കൂട്ടായ്മ വിപുലമായ പരിപാടികളോടെ 11ാം വാർഷികം ആഘോഷിച്ചത്. 2025-26 വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച കുടുംബങ്ങൾക്ക് സ്കോളാസ്റ്റിക് അവാർഡും മുഴുവൻ അംഗങ്ങൾക്കും ഓണക്കിറ്റും നൽകിയായിരുന്നു ആഘോഷം. കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരാലംബരായ 2 കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായധനവും കൈമാറി. ദശവാർഷികാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന മാഗസിന് പേര് ക്ഷണിച്ചുകൊണ്ടുള്ള ബ്രോഷർ പ്രകാശനവും നടത്തി. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി മുഹമ്മദ് കുഞ്ഞി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളെ ഞാൻ വീണ്ടും ഈ മുളിയാറിന്റെ ഒരു ഉത്തരവാദപ്പെട്ട ആള് എന്നുള്ള നിലയിൽ നിങ്ങളെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ നല്ല പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്നു. നിങ്ങൾ തുടർന്നുള്ള നാളുകളിൽ നിങ്ങളുടെ കൂട്ടായ്മ വെടിയരുത്. നിങ്ങൾ ഏത് നിലക്കും ഈ കൂട്ടായ്മയെ വികസിപ്പിച്ചു കൊണ്ടുപോകണം. ഇതിലേക്ക് ഇനിയും ആളുകളെ ചേർത്ത് വികസിപ്പിച്ചെടുക്കണം. കൂട്ടായ്മയിൽ നല്ല ശ്രദ്ധ ഉണ്ടാവണം. ഒരു സിഗ്നേച്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. പുതുതായിട്ട് നിങ്ങളെ ഈ ദശവാർഷികത്തിന്റെ ഒരു സിഗ്നേച്ചറായിട്ട് നിങ്ങൾ ഈ സർവോദയ വായനശാലയ്ക്ക് A-ക്ലാസ് വായനശാലയ്ക്ക് ഒരു ബിൽഡിംഗ് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള തുടക്കക്കാർ നിങ്ങളാവണം. നിങ്ങൾ തുടങ്ങി, നിങ്ങൾ പൂർത്തീകരിക്കണം. നിങ്ങളോട് സഹകരിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK പുഷ്പ ഓണക്കിറ്റുകളും ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു. ചടങ്ങിൽ കൂട്ടായ്മയുടെ സ്ഥാപക പ്രസിഡന്റ് രാധാകൃഷ്ണൻ വി കാനത്തൂർ തൈര അധ്യക്ഷനായി. മുൻ പ്രസിഡന്റ് അച്യുതൻ തോളംതോട് സ്വാഗതം പറഞ്ഞു. മുളിയാർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി E മണികണ്ഠൻ, സർവോദയ വായനശാല പ്രസിഡന്റ് T ഗംഗാധരൻ, M അനന്ത നമ്പ്യാർ, KP ബാലചന്ദ്രൻ, രാമപ്രസാദ്, അഖില ദിലീപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റിക്കോൽ.